വെൽക്കം ബാക്ക് ടു എംസ് വ്ലോഗ്സ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ ഫേസ് ഒക്കെ ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ സംതിങ് ഒരു ഇത്. അപ്പൊ ഞാൻ കരുതി ഇന്ന് ഫേസ് ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കാന്ന്. കുറച്ചായിട്ടോ, ഞാൻ മന്തിലൊരു 2 times ഒക്കെ എന്തായാലും ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ചൊരു ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കരുതി ഇന്നെന്തായാലും ഒന്ന് ചെയ്യാം. അത് ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കിടക്കാം. നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യുന്നവരാണോ അതോ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലേ, ട്രൈ ചെയ്യാൻ പേടിച്ചിരിക്കുകയാണോ എന്നൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. കാരണം ഞാനും ഒരു ടൈം ഒരുപാട് ഞാൻ പേടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് കാട് പോലെ പിന്നെ എന്റെ ഫേസ് മൊത്തം ഹെയർ ആകുമോ എന്നുള്ളത്. എന്റെ മുഖത്താണെങ്കിൽ നിറയെ ഫൈൻ ഹെയർസ് ആണ്. എന്റെ നെറ്റിയിൽ മൊത്തം ഹെയർസ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ത്രെഡ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫെയർ സ്കിൻ ടോൺ പോലെ, ബാക്കി ഭയങ്കര ഡാർക്ക് ആയിട്ട് ഭയങ്കര വൃത്തികേടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ത്രെഡ് ചെയ്യാറില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഹെയർ ഒക്കെ എടുക്കാൻ തുടങ്ങിയത് ആ ഒരു വൃത്തികേട് മാറി കിട്ടിട്ടോ. അപ്പോൾ ഹെയർ എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ വെറുതെ എടുക്കേണ്ട ആവശ്യമില്ല. ചിലർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്മൂത്ത് സ്കിൻ ആയ പോലെ നമുക്കൊരു ബ്രൈറ്റ്നപ്പ് ഫീൽ ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ചെയ്യാറ്. ഞാൻ ചെയ്തു എന്ന് കരുതി എനിക്ക് ഓവറായിട്ട് ഭയങ്കര ഹെയർ ഗ്രോത്ത് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കിടക്കുക. അതിനു മുന്നേ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നെയും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പൊ ഞാനിപ്പോ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മള് മേക്കപ്പോ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഡേർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് മാത്രം വേണം നമ്മുടെ ഫേസിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഒരിക്കലും നമ്മുടെ ബെയർ ഫേസിൽ വന്നിട്ട് ബ്ലേഡ്സും കാര്യങ്ങളൊന്നും യൂസ് ആക്കാൻ പാടില്ല. സോ ഒന്നെങ്കിൽ നിങ്ങൾ സോപ്പ്, ഫേസ് വാഷ് അങ്ങനെ എന്തെങ്കിലും ഒരു ഫോമിംഗ് സംഭവം വെച്ചിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ അതങ്ങനെ വെച്ചിട്ട് നമുക്ക് ഷേവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ക്രീംസ് കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അലോവേര ജെല്ലാണ് കേട്ടോ യൂസ് ആക്കാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ഫേസ് ഷേവ് ചെയ്യുന്ന ഭാഗത്തൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഒരുപാടായിട്ട് ഈ ഒരു റേസർ വെച്ചിട്ടാണ് കേട്ടോ ഫേസ് ഷേവ് ചെയ്ത് കൊടുക്കാറ്. ഇത് കാർമസിയുടെ റേസർ ആണ്. ഒരു കോഴി ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, അതൊന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ റേസർ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ദേ ഇവിടെ കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം ഞാനിപ്പോൾ യൂസ് ആക്കുന്നത്. എന്റെ ഇത് 3 ബ്ലേഡ് ഒരു പാക്കിൽ വരിക. അത് 3ഉം എന്റെ തീർന്നിട്ടുണ്ട്, ഞാൻ ഓർഡർ ചെയ്യാൻ മറന്നു. അപ്പോൾ ഇതെന്തായാലും നമുക്കൊരു ഇതിന്റെ മൂർച്ചയ്ക്ക് പെട്ടെന്ന് പോകും. അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ആക്കാൻ പാടില്ല. പോയ 2-3 യൂസേജ്. അതും അതിനിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും തുരുമ്പ് വരുന്ന പോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെന്തായാലും കളയുക. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ യൂസ് ആക്കുന്നത് ഈ ഒരു റേസർ ആണ് കേട്ടോ. ഇത് ഞാനൊരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഈ കോഴീനെ ഞാൻ കൊല്ലും. അപ്പൊ ഇത് വന്നിട്ട് ഞാനൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും അതിലൊക്കെ അവൈലബിൾ ആണ്. ട്വിങ്കിൾ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. അപ്പൊ ഇതാണ്, ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഷേവ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഈ ഒരു ആംഗിളിൽ ചെരിച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഷേവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയാണ്. ഇത്ര ഹെയർസ് ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഹെയറിന്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് ചെയ്ത് കൊടുക്കരുത്. ഹെയർ എങ്ങോട്ടാണോ ഗ്രോത്ത്, ഹെയറിന്റെ ഗ്രോത്ത് താഴോട്ടാണെങ്കിൽ അങ്ങനെ താഴോട്ട് ആയിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. ഒരിക്കലും ഹെയർ ഗ്രോത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് മുകളിലോട്ട് ഒരിക്കലും നിങ്ങൾ റേസർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കരുത്. ഇപ്പോഴും അത്യാവശ്യം ഹെയർ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ ഒരു പോർഷനിൽ മാത്രം ഇത്രേ ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു എന്താ പറയുക കൃതാവ് ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറ്. ഇപ്പൊ ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രൈറ്റ്നെസ് ആയിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും കേട്ടോ. ഇനി വന്നിട്ട് ഞാൻ ഈ ഒരു ഏരിയയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂക്കിലൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത ഇതുപോലെ താഴോട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം.
അതിന് കൂടെ ഒരു കുഞ്ഞു മുടി കൂടെ പെട്ടിട്ടുണ്ട്. ഇനി ലിപ്പിന്റെ ഏരിയ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ലിപ്പിന്റെ ഏരിയ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് നമ്മുടെ നാവ് വെച്ചിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ ഹെയർ പോരും. അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ കംപ്ലീറ്റ് ഹെയർ നമുക്ക് ഇതുപോലെ റൈസർ വെച്ച് ചെയ്യുമ്പോൾ വരില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ നാവ് വെച്ചിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. എന്നാൽ മൂക്കിന്റെ സൈഡ് ഇതുപോലെ വെച്ചിട്ട് ഫോർഹെഡ് എടുക്കുമ്പോൾ ഞാൻ ഐബ്രോ കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നമുക്ക് നെറ്റിന് വലിച്ചു പിടിച്ചിട്ട് ഈ ഒരു ആംഗിളിൽ തന്നെ ഒരു 40 ഡിഗ്രി ചെരിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഐബ്രോയുടെ ഈ ഒരു ഏരിയ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ഐബ്രോയുടെ ഈ ഒരു താഴത്തെ ഭാഗക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം കഥ സെറ്റ് ആയിട്ടുണ്ട്. ഐബ്രോ അത്യാവശ്യം സെറ്റായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഫോണിൽ നോക്കി ചെയ്യുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതെ, ഇത്രയും ഹെയർ ആണ് കേട്ടോ എൻ്റെ ഫേസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ കണ്ടാൽ പറയായിരുന്നു എൻ്റെ ഫേസിൽ ഇത്രയും ഹെയർ ഉണ്ടെന്ന്. അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്യാമറയിൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല എന്ന്. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു റെഡ് കളർ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ടോ. ഇവിടുന്ന് അത് ചോര വന്ന് ബ്ലീഡായി പോയെന്ന് വിചാരിച്ചു. സംഭവം എൻ്റെ ലിപ്സ്റ്റിക്ക് ഇവിടുന്ന് ചൊരണ്ടി പോകുന്നതാണ് കേട്ടോ. ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഹെയർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഫേസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് തരാം. അപ്പൊ ഇതേ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഒരു മോയ്സ്ചറൈസർ അലോവേര ജെല്ലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫേസ് ഷേവിങ്. എൻ്റെ ഒരു ഫേസ് ഷേവിങ് റുട്ടീൻ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഈ ഒരു മെത്തേഡിലാണ്, ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസ് ഷേവ് ചെയ്ത് കൊടുക്കാറ്. അതുപോലെ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാറ്. അപ്പൊ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.